അങ്ങനെ ഇപ്പോൾ നമ്മുടെ വോൾവറിൻ കോർണേലിയാസിനെ കാണുവാനായി പാരഡൈസ് വാലിയിലുള്ള അയാളുടെ സങ്കേതത്തിലേക്ക് പോവുകയാണ്. ഈ കോർണേലിയാസ് ആണ് പണ്ട് വോൾവറിൻ്റെ ദേഹത്ത് അഡമാൻറ്റിയം കുത്തി കയറ്റിയതൊക്കെ. അങ്ങനെ ഇപ്പോൾ വോൾവറിൻ കോർണേലിയാസിൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്ത് വന്ന് ആ കെട്ടിടത്തിൽ കയറാൻ പോയതും അപ്പോൾ തന്നെ കോർണേലിയാസിൻ്റെ ആളുകളെല്ലാം വോൾവറിനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും നമ്മുടെ വോൾവറിൻ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ്. എന്നിട്ട് ആ കോർണേലിയാസിൻ്റെ അടുത്തേക്ക് ചെന്നതും എന്തോ കണ്ട് വോൾവറിൻ ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ കുറേയധികം ആളുകളെ പിടിച്ചിട്ട് അവരുടെ ശരീരത്തിൽ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുകയാണ് കോർണേലിയാസ്. അത് കണ്ടതും അവിടെ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ട് ഒരു ഗ്ലാസ് കണ്ണാടിയുടെ അപ്പുറത്ത് നിൽക്കുന്ന കോർണേലിയാസിനോട് ഇപ്പുറത്ത് നിന്നുകൊണ്ട് നീ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ഈ പാവങ്ങളെ പിടിച്ചിട്ടിരിക്കുന്നതെന്നും എന്താണ് നിൻ്റെ ഉദ്ദേശമെന്നും വോൾവറിൻ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ കോർണേലിയാസ് എല്ലാ കാര്യങ്ങളും വോൾവറിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ കോർണേലിയാസ് പല സ്ഥലങ്ങളിൽ നിന്നും നല്ല ആരോഗ്യമൊക്കെയുള്ള കായിക താരങ്ങളെയും പട്ടാളക്കാരെയും മറ്റും തൻ്റെ ആളുകളെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ ശരീരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവരെയെല്ലാം വോൾവറിനെ പോലെയുള്ള ആളുകളാക്കി മാറ്റുവാൻ വേണ്ടി നോക്കും. അതിനുവേണ്ടി അഡമാൻറ്റിയം അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ വോൾവറിനെ പോലെ ഹീലിംഗ് ഫാക്ടർ ഇല്ലാത്തതിനാൽ അഡമാൻറ്റിയം ദേഹത്ത് കയറ്റി കഴിയുമ്പോൾ തന്നെ അവരെല്ലാം മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ആ മരിച്ചു പോകുന്നവരുടെ ശരീരത്തിൽ നിന്നും അഡമാൻറ്റിയം തിരിച്ചെടുത്ത് പുതിയ ആളുകളുടെ ദേഹത്തിട്ട് കോർണേലിയാസ് പരീക്ഷണം നടത്തും. പക്ഷെ അതൊന്നും ശരിയാകത്തില്ല. കോർണേലിയാസ് ഹീലിങ്ങിന് സഹായിക്കുന്ന റീജൻ സെറം ഉണ്ടാക്കി അവരുടെ എല്ലാം ദേഹത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കോർണേലിയാസിൻ്റെ പരീക്ഷണം വീണ്ടും പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണം വിജയിപ്പിക്കുവാനായി കോർണേലിയാസിന് വോൾവറിൻ്റെ ഹീലിംഗ് ഫാക്ടർ വേണം. അതിനുവേണ്ടിയാണ് വോൾവറിനെ ജീവനോടെ പിടികൂടുവാനായി കോർണേലിയാസ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ തൻ്റെ ഹീലിംഗ് ഫാക്ടറാണ് കോർണേലിയാസിന് വേണ്ടതെന്നറിഞ്ഞ വോൾവറിൻ തൻ്റെ ഒരു കയ്യിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് കോർണേലിയാസിനെ കാണിച്ചതും വോൾവറിൻ്റെ മുറിവ് ഹീലാകാത്തത് കണ്ട് കോർണേലിയാസ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ വോൾവറിൻ തൻ്റെ ഹീലിംഗ് ഫാക്ടർ നഷ്ടപ്പെട്ട കാര്യം കോർണേലിയാസിനോട് പറയുകയാണ്. അത് കേട്ട കോർണേലിയാസ് അങ്ങനെയാണെങ്കിൽ നിന്നെക്കൊണ്ട് എനിക്ക് യാതൊരു ഉപയോഗവുമില്ല എന്നും പറഞ്ഞ് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന മേജർ ഷാർപ്പ് എന്ന ഒരുത്തനെ വിളിച്ചു വരുത്തി അവനോട് വോൾവറിനെ കൊല്ലാൻ പറയുകയാണ്. അപ്പോൾ തന്നെ അവിടെ മേജർ ഷാർപ്പും വോൾവറിനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നു. എന്നാൽ ആ ഫൈറ്റിൻ്റെ അവസാനം നമ്മുടെ വോൾവറിൻ ആ മേജർ ഷാർപ്പിനെ അടിച്ചു വീഴ്ത്തിയിട്ട് മര്യാദയ്ക്ക് നിൻ്റെ ഈ പരീക്ഷണങ്ങളെല്ലാം ഓഫ് ചെയ്യുവാൻ കോർണേലിയാസിനോട് പറഞ്ഞതും ആ കോർണേലിയാസ് അവിടെ കിടത്തിയിരിക്കുന്ന ആളുകളുടെ എല്ലാം ദേഹത്ത് അഡമാൻറ്റിയം ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഓൺ ആക്കിയിട്ട് വേഗം ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കിയാണ്. ഇപ്പോൾ അഡമാൻറ്റിയം ദേഹത്ത് കയറി അവിടെയുള്ള ആളുകൾ മരിക്കാതിരിക്കുവാൻ വേണ്ടി അവിടെ അഡമാൻറ്റിയം മുഴുവൻ വെച്ചിരിക്കുന്ന ഒരു വലിയ ഗ്ലാസ് കൂട് വോൾവറിൻ തൻ്റെ ഗ്ലൗസ് ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുകയാണ്. അപ്പോൾ തന്നെ അഡമാൻറ്റിയം മുഴുവൻ ഉരുകി വോൾവറിൻ്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ഇതേ സമയം കോർണേലിയാസ് തൻ്റെ ഹെലികോപ്റ്ററിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുവാനായി പോയതും കോർണേലിയാസിന് അത് സാധിക്കുന്നില്ല. കാരണം വോൾവറിൻ്റെയും മേജർ ഷാർപ്പിൻ്റെയും ഫൈറ്റിനിടയിൽ കോർണേലിയാസിൻ്റെ ദേഹത്ത് ഒരു വലിയ ഗ്ലാസ് പോലത്തെ ഒരു കഷ്ണം തുളച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാരണം വയ്യാതെ കോർണേലിയാസ് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ തന്നെ കോർണേലിയാസിൻ്റെ ആളുകളിൽ ഒരുത്തൻ കോർണേലിയാസിനെ എടുത്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ കയറ്റുവാൻ ചെല്ലുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്തോ കണ്ട് അയാൾ ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഡമാൻറ്റിയം മുഴുവൻ ദേഹത്ത് വീണ് അതുമായി വോൾവറിൻ അങ്ങോട്ട് വരുന്നത് കണ്ട് ഞെട്ടിപ്പോയ കോർണേലിയാസിൻ്റെ ജോലിക്കാരൻ കോർണേലിയാസിനെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ കോർണേലിയാസ് ഞാൻ പുതിയൊരു ലോകത്തെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും നാളും ജീവിച്ചതെന്നും എന്നാൽ നീ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയാണ് ജീവിച്ചതെന്നും നീ നിൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വോൾവറിനോട് ചോദിച്ചതും വോൾവറിൻ കോർണേലിയാസിനെ കൊന്നിട്ട് അവിടെയുള്ള സൂര്യാസ്തമയം കണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ പല സന്തോഷകരമായ കാര്യങ്ങൾ ഓർത്ത് അവിടെ ഇരുന്ന് വോൾവറിൻ മരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.